ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മലുണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഡ്രോപ്സ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറുതും ഒരു വലുതുമാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ OHP ഷീറ്റിൻ്റെ പീസാണ് എടുത്തേക്കണേ. അപ്പോൾ അതിലേക്ക് ഈ ഡ്രോപ്സ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്കെച്ച് പെന്നോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇവിടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഞെക്കാട്ടോ. അന്നേരം ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ 2 പീസും വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ B7000 ഗ്ലൂ ആണ് തേച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് തേച്ച് കൊടുത്ത് നമ്മളത് സ്റ്റോൺ ലേസാണ് എടുത്തേക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോൺ ലേസ് അതിൻ്റെ മുകളിലൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോൺ ലേസ് കട്ട് ചെയ്തിട്ടല്ല കേട്ടോ ഒട്ടിച്ചു കൊടുക്കണേ. നേരിട്ട് അതിലേക്ക് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഷേപ്പിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നേരിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാൻ അതുപോലെ മറ്റേ ഷേപ്പും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഷേപ്പ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ എടുത്തേക്കണേ ഫെവിക്കോളാണ് എടുത്തേക്കണേ. ഫെവിക്കോൾ നമ്മുടെ ഒട്ടിച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ B7000 ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫെവിക്കോൾ എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിന്നെ യൂസ് ചെയ്യണത് നമ്മുടെ സീഡ് ബീഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കളറാണ് യൂസ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വൈറ്റാണ് യൂസ് ചെയ്തേക്കണം. എന്നിട്ടൊരു പിന്നോ എന്തെങ്കിലും വെച്ച് നമ്മൾ ആ ഹോള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ബീഡ്സ് ആക്കി കൊടുത്തതിന് ശേഷം അതും വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ വെച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈമ പക്ഷേ ഇതായിട്ട് കൈമ തന്നെ ബീഡ്സ് ഇങ്ങോട്ട് പോരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ ഹോളും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്ത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതിലേക്ക് 2 ഐപ്പിന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഐപ്പിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് താഴത്ത് ഒരു ഐപ്പിന്നും വെക്കണം, മറ്റേതിൻ്റെ മുകളിലായിട്ടുമാണ് ഒരു ഐപ്പിന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ B7000 ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുത്തതിന് ശേഷം ഐപ്പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഷേപ്പും ഐപ്പിന്ന് വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഷേപ്പ് എടുത്തിട്ട് അതുമൂലം നമ്മൾ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഉണങ്ങാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടും ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റഡുമ്മൽ ഗ്ലൂ തേച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ നമുക്കത് ഫിക്സ് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനെല്ലാത്തിനും ഉണങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കണം. നല്ല രീതിയിൽ ഉണങ്ങിയാലേ ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതും ഞാനിവിടെ ഉണങ്ങാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഐപ്പിന്നിലേക്ക് താഴത്തെ ഐപ്പിന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്ലെയർ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ വീട്ടമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നൊരു ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.